ഈ ഡിജിറ്റൽ മേഖലയിലെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയിലെ അമേരിക്കൻ മേധാവിത്വത്തെ മുറിച്ചു കടക്കാൻ സാധിച്ചു. ഡീപ്സിക്കിന്റെ ആ വരവോട് കൂടി അതിനനുബന്ധമായി മറ്റൊട്ടേറെ മേഖലയുണ്ട്. ഞാൻ എൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ചൈനയ്ക്ക് സാങ്കേതിക വിദ്യ തടയുന്നതോടുകൂടി അമേരിക്കയ്ക്ക് തന്നെയാണ് നഷ്ടമുണ്ടാവുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ധനം ചൈന വളരെ വലിയ തോതിൽ അതിന്റെ സമ്പത്ത് ഈ മേഖലയിൽ നിക്ഷേപിച്ചു. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ വിദഗ്ധന്മാർ നമ്മളതാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ മേഖല ഏറ്റവും കൂടുതൽ വിദഗ്ധന്മാർ നമ്മളതാണ്. എന്നാൽ ആ മേഖലയിലെ നിക്ഷേപ മേഖലയിൽ വരുമ്പോൾ നമ്മളല്ല. അത് തന്നെയാണ് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയിലും സംഭവിച്ചിരിക്കുന്നത്. ചൈന വളരെ കൃത്യമായി സെമി കണ്ടക്ടർ ചിപ്പ്, ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ, അതിൻ്റെ അപ്പുറത്തേക്ക് AI ടെക്നോളജി, അഞ്ചാം തലമുറ സാങ്കേതിക വിദ്യ, ഈ മേഖലയിലേക്ക് വലിയ ധനനിക്ഷേപം നടത്തി. അവരങ്ങ് കുതിച്ചു കയറി. സാങ്കേതിക വിദ്യയിലും എവിടെയാണോ സോവിയറ്റ് യൂണിയനെ ലോക മുതലാളിത്തം തോൽപ്പിച്ചത് അവിടെയും ഞങ്ങൾ തോറ്റുകൊടുക്കില്ല എന്ന നിലയിലേക്കുള്ള ചൈനീസ് വളർച്ചയാണ് കഴിഞ്ഞ 2-3 കൊല്ലത്തെ, പ്രത്യേകിച്ച് ഈ 2 കൊല്ലത്തെ ലോകഘടനയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതോടുകൂടി പുതിയ സമവാക്യങ്ങൾ ഉണ്ടാവുകയാണ്. ആ സമവാക്യങ്ങളിൽ നിന്നാണ് ബഹുധ്രുവത രൂപപ്പെട്ടു വരുന്നത്. ആ സമവാക്യങ്ങളിൽ നിന്നാണ് ചുങ്കത്തിന്റെ യുദ്ധം പ്രഖ്യാപിക്കാൻ ട്രംപ് നിർബന്ധിതമാവുന്നത്. ആ സമവാക്യങ്ങളിൽ നിന്നാണ് ഭ്രാന്തമായ വാക്കുകളിലൂടെ ട്രംപ് സഞ്ചരിക്കുന്നത്. ആ സമവാക്യങ്ങളിൽ നിന്നാണ് പാവപ്പെട്ട മനുഷ്യനെ ചുട്ടിരിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദുർവിനിയോഗം ചെയ്ത ഒരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, PMLA. ഇപ്പൊ നമ്മൾ ED വലിയ അനധികൃതമായ പ്രവർത്തനം നടത്തിയതൊക്കെ ആ നിയമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ആ നിയമം എങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായത്? സർവദേശീയ ഏജൻസികളാണ് ആ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയത്. അപ്പോൾ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കള്ളപ്പണങ്ങൾ 2 തരത്തിലാണ് കള്ളപ്പണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക. ഒന്ന് ആയുധങ്ങളുടെ കച്ചവടത്തിലൂടെ, 2 മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ. ആ 2 കള്ളപ്പണത്തെ വെളുപ്പിക്കാതിരിക്കാൻ ലോകത്തെ എല്ലാ ലോകരാജ്യങ്ങളും നിയമം പാസ്സാക്കണം എന്ന നിബന്ധനയിൽ നിന്നാണ് ഇന്ത്യയിൽ PMLA നിയമം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിയമം വരുന്ന വഴി നമ്മുടെ ടെലികോം മേഖലയുടെ സ്വകാര്യവൽക്കരണ നിയമം വന്നപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ വിതരണം ചെയ്ത കരട് ബില്ലിന്റെ മുകളിൽ ഗവൺമെന്റ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നാണ് എഴുതി വെച്ചിരുന്നത്. സോംനാഥ് ചാറ്റർജി സ്പീക്കറെ നോക്കി പറഞ്ഞു, അവിടെ ഉണ്ടാക്കിയൊരു നിയമം കോപ്പി അടിക്കുമ്പോൾ അതിന്റെ തലക്കെട്ടെങ്കിലും കോപ്പി അടിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവേണ്ടിയിരുന്നു എന്ന് സോംനാഥ് ചാറ്റർജി പറയുകയുണ്ടായി. അപ്പോ ഈ നിലയിൽ പുറത്തുനിന്ന് സാമ്രാജ്യത്വം തയ്യാറാക്കുന്ന നിയമങ്ങൾ മറ്റു രാജ്യങ്ങളുടെ പരമാധികാര പാർലമെന്റുകളിൽ പാസാക്കിയെടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിയമങ്ങളായി മാറുകയാണ്. അങ്ങനെയുള്ളൊരു മാറ്റം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ലോകത്ത് സംഭവിക്കുകയുണ്ടായി. എന്നാൽ 2008 ആ മുന്നേറ്റത്തിന് വലിയ തടസ്സമുണ്ടായി. ഇപ്പൊ സോവിയറ്റ് യൂണിയൻ തകർന്ന ഉടനെ ചെയ്തൊരു സംഭവം എന്താ? എന്തിനാ സോവിയറ്റ് യൂണിയനെ തകർത്തിരിക്കുന്നത്? 70 കൊല്ലത്തെ ലോകത്ത് നിലനിന്ന ശീതയുദ്ധം, ഒരു ഭാഗത്ത് സോവിയറ്റ് ബ്ലോക്ക്, വേറൊരു ഭാഗത്ത് സാമ്രാജ്യത്വം, അതിന്റെ സംഘർഷമാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി വലിയ ഒരു കമ്പോളമാണ് മുതലാളിത്തത്തിന് തുറന്നു കിട്ടിയത്. ആ കമ്പോളം തുറന്നു കിട്ടുക മാത്രമല്ല മുതലാളിത്തത്തിന് അതുവഴി ഉണ്ടായത്. ഈ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ മുഴുവൻ പ്രകൃതി വിഭവങ്ങളും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും മുഴുവൻ കൊള്ളയടിക്കാൻ ഇവർക്ക് അവസരം കിട്ടി. ഈ മുതലാളിത്തത്തിന്റെ ആഗോളവൽക്കരണ കാലത്ത് അവരെന്താ ചെയ്യുന്നത്? ഓരോ രാജ്യത്തിന്റെയും ആഭ്യന്തര സമ്പത്തിനെയും അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെയും ഇവരുടെ കയ്യിലെത്തണില്ല. അങ്ങനെയാണ് മുതലാളിത്തം ശക്തിപ്പെടുന്നത്. ഇപ്പൊ സോവിയറ്റ് യൂണിയൻ ഡിസ്മാൻഡിൽ ചെയ്തപ്പോൾ അവിടുത്തെ വലിയൊരു ആയുധ നിർമ്മാണശാല അത് കൈമാറ്റം ചെയ്തത് ലണ്ടൻ നഗരത്തിലെ ഒരു കെട്ടിടത്തിന് വേണ്ടിയാണ്. ലണ്ടൻ പട്ടണത്തിലെ ഒരു വീട്, ആ വീടിന്റെ വില സമം റഷ്യയിലെ ഒരു വലിയ ഫാക്ടറി. വില നിശ്ചയിച്ചത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു കൈമാറ്റം വന്ന് നടക്കുന്നത്. ഞാൻ എൻ്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ അമ്പരപ്പിക്കുന്ന തരത്തിലായിരിക്കും. ഇപ്പൊ റഷ്യയിലെ എണ്ണ വിഭവങ്ങളെ കൈവശപ്പെടുത്താൻ അമേരിക്കയിലെ ഒരു പെട്രോൾ പമ്പ്, 10 പെട്രോൾ പമ്പ് നടത്തുന്ന ഒരു ഉടമയ്ക്കാണ് അവസരം കിട്ടിയത്. ചെറിയൊരു കമ്പനിക്കാണ് ചുരുക്കത്തിൽ. ആ ഒറ്റ കച്ചവടത്തിലൂടെ അമേരിക്കയിലെ ഈ ചെറിയ കമ്പനി ലോകത്തിലെ ആകെയുള്ള എണ്ണ ഉൽപാദനത്തിന്റെ 2ാമത്തെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് മാറി. ഇങ്ങനെയാണ് ആ പ്രകൃതി വിഭവങ്ങളെ കൊള്ളയടിച്ചത്. വലിയ തോതിലുള്ള കൊള്ളകളാണ്. ഞാൻ എൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകില്ല. അത് മുതലാളിത്തത്തിന് നിലനിൽക്കാനും വളരാനും കൂടുതൽ കേന്ദ്രീകരിക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിലുള്ള വലിയ വിഭവങ്ങൾ കൊള്ളയടിച്ചങ്ങ് കൊണ്ടുപോയി. അതിപ്പോ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർ ആ കൊള്ള പൂർണ്ണമായി ഇന്ത്യയിലെ വിഭവങ്ങളുടെ മേലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേലെയും നടത്തുന്നത്. അപ്പോൾ നമ്മളെ പാർട്ടി എപ്പോഴും ചർച്ച ചെയ്യുന്നത് മുതലാളിത്തത്തിന്റെ കൊള്ളലാഭം മാത്രമല്ല,
തീവെട്ടിക്കൊള്ള കൂടി സമാന്തരമായി നടത്തണേ. അപ്പോൾ വേഗത്തിൽ കാര്യങ്ങളെ നിയന്ത്രിക്കാം, ഒരു എതിർപ്പുമില്ലാത്ത ചൂഷണം നടത്താം. അത്തരം ഒരു സാഹചര്യം രൂപപ്പെട്ടു. പക്ഷേ സംഭവിച്ചത് 2008 മുതലാളിത്തം അത്യഗാധമായ സാമ്പത്തിക പ്രതിസന്ധി ചെന്നെത്തി. വലിയ പ്രതിസന്ധിയാണ്. നിരവധി ധനസ്ഥാപനങ്ങൾ തകർന്നുപോയി. ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, മനുഷ്യരുടെ ആകെയുള്ള നിക്ഷേപങ്ങൾ, വലിയ വലിയ സ്ഥാപനങ്ങളില്ലേ പൊളിഞ്ഞത്, ചെറുതല്ല. എൻറോൾ ഒരുപാട് സ്ഥാപനങ്ങൾ, വലിയ ഞെട്ടിപ്പിക്കുന്ന തകർച്ചയുണ്ടായി. അപ്പോഴാണ് മുതലാളിത്തത്തിന്റെ സഹജമായ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള വസ്തുത പുറത്തേക്ക് വരുന്നത്. എന്താ സഹജമായ കാര്യം? എല്ലായ്പ്പോഴും നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതുമായ കാര്യമാണത്. മുതലാളിത്ത പൊതുകുഴപ്പം എന്ന് പറയുന്ന ഭാഗമാണ്. മാർക്സും ഏംഗൽസും ഈ അവരുടെ പ്രാഥമിക പഠനം നടന്ന കാലത്ത് ഓരോ ആഴ്ചയും മാർക്സ് പഠിച്ചത് രേഖയാക്കി ഏംഗൽസിന് അയച്ചു കൊടുക്കും. അങ്ങനെ ഏംഗൽസിന് അയച്ചു കൊടുത്തതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു മുതലാളിത്തത്തിന്റെ കുഴപ്പം എന്ന് പറയുന്ന ക്രൈസിസ് റിഡനായ മുതലാളിത്തം എന്ന ഭാഗം. അത് അവർ പരസ്പരം കൈമാറി അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള മുതലാളിത്ത കുഴപ്പത്തിന് അമേരിക്ക വിധേയമായത്. മാർക്സിനെ കുറിച്ച് എഴുതിയ ജീവചരിത്രകാരന്മാർ പറയുന്നത് മാർക്സിനും ഏംഗൽസിനും ഏറ്റവും സന്തോഷമുണ്ടായ ഒരു സന്ദർഭമാണ്. കാരണം അവരുടെ തത്വശാസ്ത്രപരമായ ഒരു കണ്ടുപിടുത്തത്തെ, ഒരു വിശകലനത്തെ സാമൂഹ്യ നിയമത്തിന്റെ ഭാഗമായി തന്നെ അവർ ജീവിച്ചിരിക്കെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മുതലാളിത്തത്തിന്റെ കുഴപ്പം എന്ന ഭാഗത്തെയാണ്, പൊതുകുഴപ്പം എന്ന ഭാഗത്തെയാണ്. അതില്ലാതായി എന്ന് കരുതി ഏകധ്രുവതയിൽ എന്തു ചെയ്യാം എന്ന് കരുതിയെടുത്ത് 2008 മുതലാളിത്തത്തിന്റെ അത്യഗാധമായ പ്രതിസന്ധി രൂപപ്പെട്ടു. സോവിയറ്റ് യൂണിയൻ ഇല്ലല്ലോ, ശീതസമരം ഇല്ലല്ലോ, കുഴപ്പമുണ്ടായല്ലോ. ആ കുഴപ്പം 2008 തുടങ്ങിയത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഞാൻ അതിന്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മുതലാളിത്തം വ്യവസ്ഥ എന്ന നിലയിലുള്ള വലിയ പരാജയങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, വലിയ പരാജയങ്ങളാണ്. അപ്പൊ മുതലാളിത്ത പ്രതിസന്ധി, മുതലാളിത്തത്തിന്റെ ഈ പരാജയം, അതിന്റെ പ്രതിഫലനം ഏത് രൂപത്തിലാണ് വരിക? ആ പ്രതിഫലനം വരിക രൂക്ഷമായ തൊഴിലില്ലായ്മയുടെ രൂപത്തിലാണ്. ആ പ്രതിഫലനം വരിക വലിയ തോതിലുള്ള വളർച്ചയുടെ കുറവുണ്ടാകുന്ന തരത്തിലാണ്, ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്ന തരത്തിലാണ്. അതിന്റെ പ്രതിഫലനം വേറൊരു തരത്തിൽ വരിക തൊഴിൽ നഷ്ടപ്പെടുന്ന തരത്തിലാണ്, വേതനം കുറയുന്ന തരത്തിലാണ്. വേതനം നിശ്ചലമാവുകയും വാങ്ങൽ ശേഷി കുറയുകയും ഉള്ള തൊഴിൽ നഷ്ടപ്പെടുകയും വലുതോതിൽ തൊഴിലില്ലായ്മ രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മുതലാളിത്തം ചെന്നെത്തും. അത് ചെന്നെത്തിയിരിക്കുന്നു. ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയല്ലേ പോകുന്നത്. അപ്പം മുതലാളിത്തം ഇന്നെത്തിച്ചേർന്ന പ്രതിസന്ധി, ലോക മുതലാളിത്തം ചെന്നെത്തിച്ചേർന്ന ഈ പ്രതിസന്ധിയെ മുറിച്ചു കടക്കുക എന്നുള്ളത് അത്ര എളുപ്പമില്ലാതായിരിക്കുന്നു. മാർക്സിസം തന്നെ പറയുന്നുണ്ട്, മുതലാളിത്തത്തിന്റെ നവീകരണ ശേഷിയെ നമ്മൾ ചുരുക്കി കാണരുത്. സോവിയറ്റ് യൂണിയൻ നടന്നപ്പോൾ നമ്മൾ അത് വിശകലനം ചെയ്താണ്. അത് നവീകരിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയെ മുറിച്ചു കടക്കും. പക്ഷെ ഇപ്പൊ സംഭവിച്ചത് എന്താ? ആ നവീകരണ പ്രതിസന്ധി കടക്കാൻ വേഗത്തിൽ സാധിക്കാതെ വന്നിരിക്കുന്നു എന്നുള്ള പുതിയ പ്രതിസന്ധിയുടെ പ്രതിഫലനം ഇന്നത്തെ ലോകത്ത് ദൈനംദിനം ദൃശ്യമാവുകയാണ്. അതാണ് ഇന്നത്തെ ലോക പ്രത്യേകത. അതിന്റെ ഭാഗമായി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഒന്ന്, ലോക ഘടന വിപുലീകരിക്കപ്പെടുന്നില്ല. ഇപ്പോ കോവിഡ് അനന്തരമായിട്ടുള്ള ഉടൻ തന്നെ ഒരു ലേശം വളർച്ച രേഖപ്പെടുത്തിയെങ്കിലും 2024 വളർച്ച എങ്ങനെ വന്നേ? നേർപകുതിയോ ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത 2-3 വർഷം ലോക മുതലാളിത്തത്തിന് വളർച്ച ഉണ്ടാവില്ല, സ്തംഭനമോ തിരിച്ചടിയോ ഉണ്ടാവുന്നു. ഒരു മുതലാളിത്ത രാജ്യവും വലിയ വളർച്ച രേഖപ്പെടുത്തുന്നില്ല. വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു വാണിജ്യ യുദ്ധം പ്രഖ്യാപിച്ചല്ലോ. പ്രതിസന്ധിയുടെ അടയാളമാണ്. 1 ലക്ഷം റുപ്യ വിദഗ്ധ തൊഴിലാളി $1,00,000 അടച്ചാല് അമേരിക്കയിലേക്ക് ഏറ്റു എന്ന് പറയുന്നിടത്ത് ഒരു തൊഴിൽ കിട്ടുന്നവന്റെ കയ്യിൽ നിന്ന് ആദ്യം 1 ലക്ഷം പിരിക്കും എന്നാണ് ഇപ്പൊ അമേരിക്ക പറയുന്നത്. അതാണ് അതിന്റെ അർത്ഥം. 1 ലക്ഷം റുപ്യ പിരിക്കുകയാണ് ആദ്യം. ലോകത്തുള്ള മുതലാളിമാരെ മുഴുവൻ പണം തന്ന് ഇവിടെ ഒന്ന് താമസിക്കൂ എന്ന് പറയുകയാണ്. അവരുടെ പൈസ വാങ്ങിയിട്ട് അവർക്ക് ഇവിടെ പ്രവേശനം അനുവദിച്ചു കൊടുക്കാൻ. അവിടെ കാശില്ല എന്നല്ലേ അതിനൊന്ന് തിരിച്ചു വായിച്ച് നമുക്ക് മനസ്സിലാവുക. രൂക്ഷമായ പ്രതിസന്ധിയിലാണ് അവര്. രാജ്യം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പൊ രക്ഷപ്പെടാൻ എന്താ ചെയ്യുക? രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം യുദ്ധങ്ങൾ സംഘടിപ്പിക്കണം. ഇപ്പോ ഉൽപാദന മേഖലയിൽ വരുത്തിയ മാറ്റങ്ങളെ സംബന്ധിച്ച് ഒരു പരിശോധന നമ്മൾ നടത്തിയിട്ടുണ്ട്, ലോക ഘടനയിൽ വന്ന ഒരു മാറ്റത്തെക്കുറിച്ച്. 2009 നമ്മുടെ പാർട്ടി കോൺഗ്രസ് 2008 മുതലാളിത്ത പ്രതിസന്ധിയുടെ കൂടി പശ്ചാത്തലത്തിൽ ലോക മുതലാളിത്തത്തിന്റെ മൂലധന ഘടനയ്ക്ക് വന്ന മാറ്റങ്ങളെ സംബന്ധിച്ച്, ധനമുതലാളിത്തത്തിന്റെ പുതിയ പ്രവണതകളെ കുറിച്ച് സൂക്ഷ്മമായ ഒരു വിശകലനം നടത്തുകയുണ്ടായി നമ്മുടെ പാർട്ടി. ആ സന്ദർഭത്തിൽ ഇതെല്ലാം പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. വലിയ തകർച്ചയിൽ ചെന്നെത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടായി. അപ്പോ മൂലധനം അനിയന്ത്രിതമായി ലോകത്ത് സഞ്ചരിക്കുകയും ലാഭം കിട്ടുന്നിടത്തിറങ്ങുകയും
അവിടുന്ന് കൊള്ളയടിച്ച് തിരിച്ചു പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ തൊഴിലാളി വർഗത്തിന്, തൊഴിലാളിക്ക് ആ നിലയിൽ സുഗമമായ സഞ്ചാരപഥം അനുവദിക്കപ്പെട്ടില്ല. പക്ഷേ ലാഭം കൂടുതൽ കിട്ടുന്നിടത്തേക്ക് മുതലാളിത്തം പോകുന്നത് എന്തുകൊണ്ടായിരുന്നു? അവിടെ ചുരുങ്ങിയ കൂലി കൊടുത്താൽ മതി എന്നുള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിലോ ഇംഗ്ലണ്ട് യൂറോപ്യൻ യൂണിയനിലോ ഉൽപ്പാദിപ്പിക്കുമ്പോൾ വരുന്ന ഉൽപാദന ചെലവിൽ തൊഴിലാളിക്ക് കൊടുക്കുന്ന കൂലി ഏറ്റവും കുറച്ച് എവിടെ കൊടുക്കാമോ അവിടേക്ക് പോയി മൂലധനം നിക്ഷേപിച്ചു. ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന വ്യവസായം നശീകരണ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടത്. അതിൽ മാത്രം കേന്ദ്രീകരിച്ചു അമേരിക്ക. ചുരുങ്ങിയ ഒരു ചുങ്കം നിശ്ചയിച്ച് ഇത്തരം രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങളെ ആകെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ചുരുങ്ങിയ വിലയ്ക്ക് അമേരിക്കൻ കമ്പോളത്തിൽ സാധനങ്ങൾ കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെയൊക്കെ ഉൽപാദന പ്രക്രിയയെ ഒന്ന് പുനഃസംഘാടനം നടത്തി കൊള്ളലാഭം വർദ്ധിപ്പിക്കുക എന്ന സ്ഥിതി വന്നു. അവിടെ സംഭവിച്ചത് ഈ രാജ്യങ്ങളിലെ മുതലാളിമാരുടെ ലാഭം വർദ്ധിപ്പിച്ചു, എന്നാൽ ആ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജർമ്മനി. ജർമ്മനിയിലെ എല്ലാ വലിയ ബഹുരാഷ്ട്ര പുസ്തക കമ്പനികളും വലിയ ലാഭം ഉണ്ടാക്കുകയാണ്. ഓഫീസൊക്കെ അവിടെ തന്നെയാണ്, കണക്കും അവിടെ തന്നെയാണ്, ലാഭം അവിടെ തന്നെയാണ്, ജോലി അവിടെയില്ല, ഉൽപാദനം അവിടെയല്ല. ആ രാജ്യത്തിന്റെ സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? അവിടുത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുമോ? മെച്ചപ്പെട്ടില്ല. ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഈ പ്രതിസന്ധി നേരിട്ടു. അമേരിക്ക ഈ പ്രതിസന്ധിയുടെ ഭാരം വലിയ തോതിൽ അമേരിക്കയ്ക്ക് വന്നു ഭവിക്കുകയും ചെയ്തു. അപ്പൊ ജനങ്ങളുടെ നിത്യജീവിതത്തെ മെച്ചപ്പെടുത്താൻ മുതലാളിത്തത്തിന് സാധിച്ചില്ല. ആദ്യത്തെ മുതലാളിത്ത പ്രതിസന്ധി 2008 രൂപപ്പെട്ടപ്പോൾ അവിടുത്തെ ഭരണകൂടങ്ങള് വലിയ തോതിൽ ആ ബാധ്യത ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ബാധ്യതയെ ഭരണകൂടം ഏറ്റെടുത്തു. സോവറിൻ ഡെപ്റ്റുകളായിട്ട് അതിനെ മാറ്റി ഭരണകൂടം ഏറ്റെടുത്ത് ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ചു. എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇനി ഭരണകൂടത്തിന് അത് പൂർണ്ണമായിട്ട് രണ്ടാമത് ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു. അപ്പൊ മുതലാളിത്തത്തിന് ഒരു വ്യവസ്ഥ എന്ന നിലയിൽ അതിന്റെ നിലനിൽപ്പിന്റെ തന്നെ അടിത്തറയെ ബാധിക്കുന്ന തരത്തിലേക്ക് എല്ലാ പ്രതിസന്ധികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. പരാജയം അതിന് തൊട്ടുമുന്നിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വ്യവസ്ഥ എന്ന നിലയിൽ മുതലാളിത്തം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഒന്നിലൂടെയാണ് ഇന്ന് ലോക മുതലാളിത്തം കടന്നു പോകും. സ്വാഭാവികമായിട്ടും അതിനോട് എങ്ങനെ പ്രതികരിക്കും? രണ്ട് തരത്തിൽ അത് പ്രതികരിക്കുന്നുണ്ട്. ഒന്ന്, ലാഭം നിലനിർത്തുന്നതിന് വേണ്ടി, തങ്ങളുടെ മേധാവിത്വം നിലനിർത്താൻ വേണ്ടി വലിയ യുദ്ധങ്ങൾ US സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നടക്കുന്ന 2 യുദ്ധങ്ങൾ, ഗസയിൽ നടക്കുന്ന യുദ്ധമായാലും ഉക്രൈൻ യുദ്ധമായാലും, രണ്ടും മുതലാളിത്തം രൂപകൽപ്പന ചെയ്ത, സാമ്രാജ്യത്വം രൂപകൽപ്പന ചെയ്ത യുദ്ധങ്ങളാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആ മേഖലയുടെ വിഭവങ്ങളെയാകെ സാമ്രാജ്യത്വ താല്പര്യത്തിന് ഉപയോഗിക്കാൻ സഹായകരമായ രൂപത്തിലാണ്. കാരണം അത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഊർജ നിക്ഷേപമുള്ള പ്രദേശങ്ങളാണ്. അപ്പൊ അതിന്റെ നിയന്ത്രണം എപ്പോഴും സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനാണ് അവിടെ ഇസ്രായേലിനെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് സാമ്രാജ്യത്വം. പിന്നീട് ആ നിയന്ത്രണം ഒന്നുകൂടി ഭദ്രമാക്കുന്നതിന് വേണ്ടി അവിടുത്തെ പ്രധാന രാജ്യങ്ങളായ നിക്ഷേപത്തിലൂടെ കിട്ടുന്ന പണം മുഴുവൻ അമേരിക്കൻ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ സാമ്രാജ്യത്വം കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സൈനിക ചിലവുകൾ അമേരിക്ക അവിടെ സൈന്യ താവളങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക എല്ലാ രാജ്യങ്ങളും. അങ്ങനെയാണ് വളരെ സങ്കീർണമായിട്ടാണ് കിടക്കുന്നത്. ആ മേഖലയിൽ എത്ര യുദ്ധമാണ് ഇപ്പോൾ നടന്നത്? ഗസയിലെ യുദ്ധം, പിന്നെ നമ്മുടെ ലിബിയയിലെ യുദ്ധം, സിറിയയിലെ യുദ്ധങ്ങൾ, അഫ്ഗാനിസ്ഥാൻ ഇപ്പുറത്ത് യുദ്ധങ്ങളുടെ നിറയെ യുദ്ധങ്ങളാണ്. അതിന് തൊട്ടുമുമ്പ് സോവിയറ്റ് യൂണിയൻ ഇല്ലാതാക്കിയതോടുകൂടി രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കി പുതിയൊരു ഭൂപടം ഉണ്ടാക്കി അതിന്റെ കൂട്ടത്തിൽ യുഗോസ്ലാവിയ എന്ന് പറഞ്ഞ രാജ്യത്തെ മാറ്റി മുറിച്ച് വലിയ യുദ്ധമുണ്ടായി, വംശീയ കലാപങ്ങൾ ഉണ്ടാക്കി. ഒക്കെ സാമ്രാജ്യത്വ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു, അവരുടെ കമ്പോളം ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അവരുണ്ടാക്കി ഒരു യുദ്ധം കഴിഞ്ഞ് അടുത്ത യുദ്ധത്തിലേക്ക് കൂടുതൽ നവീകരിച്ച ആയുധങ്ങളുടെ പ്രയോഗം നടത്തി അത് ലോക വിപണിയിൽ പ്രദർശിപ്പിച്ച് വിവിധങ്ങളായ ലോകരാജ്യങ്ങളെ കൊണ്ട് അത്തരം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ലോകത്ത് തന്നെ ഈ പുതിയ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നു. ആകെ ആയുധ ഇറക്കുമതിയുടെ 10% എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൻ്റെതാണ്. ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന ലോക രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. വലിയ വിലയ്ക്കാണത് വാങ്ങുക, രാജ്യങ്ങളിൽ നിന്ന് പണം അങ്ങോട്ട് ഒഴുകും, വലിയ ലാഭം കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഉണ്ടാക്കാം. ഈ നിലയിൽ തയ്യാറാക്കിയ പ്രക്രിയയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി യുദ്ധങ്ങളും ഉണ്ടായി. വേറൊരു ഭാഗത്ത് സാങ്കേതിക വിദ്യ നവീകരണം നടന്നു. സാങ്കേതികയുടെ വലിയ നവീകരണം ഉണ്ടായി. അതിന്റെ മേൽക്കൈ നേടിയെടുക്കുകയാണ് മുതലാളിത്തം. സാങ്കേതിക വിദ്യയുടെ മേൽക്കൈയിലൂടെയാണ് ലോകം അതിന്റെ മേധാവിത്വം മുതലാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുക. സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, 5ാം തലമുറ സാങ്കേതിക വിദ്യകൾ, ഇതെല്ലാം പൂർണ്ണമായി ലോക മുതലാളിത്തം സാമ്രാജ്യത്വം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് പോകും.
അപ്പോൾ ലോകത്തെ സാങ്കേതിക വിദ്യയുടെ മേധാവിത്വം കൊണ്ടാണ് പിടിച്ചെടുക്കാൻ കഴിയുക. അതിലെ പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ മുഴുവൻ അവർ ഉറപ്പാക്കി. വേറൊരു കാര്യം കൂടി ഉറപ്പാക്കി. എന്താണ്? സോവിയറ്റ് യൂണിയൻ രൂപപ്പെട്ട് ഒരു ബദൽശക്തി ഉണ്ടായതുപോലെ ഇനി ലോകത്ത് ഒരിക്കലും മുതലാളിത്തത്തിനോട് ഏറ്റുമുട്ടാനോ അതിനെ മുറിച്ചു കടക്കാനോ കഴിയുന്ന ഒരു ബദൽ ശക്തി ഉണ്ടായിക്കൂടാ എന്നുറപ്പാക്കുന്ന തരത്തിലേക്ക് പുതിയ ലോകത്തെയും പുതിയ കാലത്തെയും രൂപകൽപ്പന ചെയ്യാനും ലോക സാമ്രാജ്യത്വവും മുതലാളിത്തവും ആഗോളവൽക്കരണ കാലത്ത് പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ്. അവിടെ കൊണ്ടും അവസാനിപ്പിച്ചില്ല. ആഗോളവൽക്കരണത്തിന്റെ പ്രതിലോമ നയങ്ങളുടെ സ്വീകർത്താക്കളായി ലോകത്തെ മാറ്റുന്ന തരത്തിലുള്ള ഒരു പൊതു സംസ്കാര രൂപീകരണം ഉണ്ടാക്കാൻ, വിധേയത്വത്തിന്റെ പൊതുബോധത്തെ നിർമ്മിച്ചെടുക്കാൻ ലോക സാമ്രാജ്യത്വം അതിന്റെ സാംസ്കാരിക മൂല്യബോധത്തെയും ലോകത്തെ എല്ലായിടത്തും കയറ്റുമതി ചെയ്തു. നമ്മുടെ എല്ലാം നാട്ടുപുറങ്ങളിൽ, ഗ്രാമങ്ങളിൽ കഴിഞ്ഞൊരു 10-40 കൊല്ലക്കാലം കൊണ്ട് വന്ന മാറ്റങ്ങളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നമുക്ക് തന്നെ കാണാൻ കഴിയും. പടിഞ്ഞാറൻ മൂല്യബോധത്തിന്റെ, പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ എല്ലാം നമ്മുടെ നാട്ടിലേക്ക് തള്ളിക്കയറി വന്നിട്ടുണ്ടാവും. നമ്മുടെ സംഗീതബോധം, നമ്മളെ പുതിയ കുട്ടീനോട് നിങ്ങൾ KPSC ഗാനം പാടിയാലും ഓടിച്ചളയും. നമ്മൾ അവന്റെ താളത്തിൽ അത് വരില്ല. ഓരോരുത്തരെയും കുറിച്ച് അവൻ അച്ഛൻ എന്ന വാക്കിന് അവന് ATM എന്നാ പറയാ. പൈസ തരുന്ന ഒരാൾ, ആവശ്യമുള്ളപ്പോഴൊക്കെ സ്വൈപ്പ് ചെയ്ത് പൈസ പിടിക്കാവുന്ന ഒരാളാണ് അച്ഛൻ. തന്ത ബൈബ് ഒരു ATM ആണ് എന്നാണ് പുതിയ കുട്ടി പറയുക. നമുക്ക് മനസ്സിലാവുന്നില്ല, ഭാഷേനെ മനസ്സിലാവില്ല. നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നത് അതുപോലെ അവൻ ഏറ്റെടുക്കണമെന്നില്ല. ഞാൻ വിചാരിക്കും ഞാൻ പ്രസംഗിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്, ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കി. ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. കാരണം എൻ്റെ ഭാഷയല്ല അവൻ്റെ ഭാഷ. പുതിയ സംസ്കാരം, പുതിയ മൂല്യബോധം, പുതിയ സാങ്കേതിക വിദ്യ, ആ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പഠനം. ഏത് കാര്യത്തെക്കുറിച്ചും ആഴത്തിൽ പഠിക്കേണ്ട കാര്യമില്ല. മൊബൈൽ ഫോണിലേക്ക് നോക്കിയിട്ട് മറ്റേലടിച്ച് അവിടുന്ന് ഇങ്ങോട്ട് നേരെ മേടിച്ച് നമുക്ക് തരികയാണ്. ഏത് ഇവരും മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടുന്നില്ല തെറ്റിദ്ധാരണയിൽ വളരുകയാണ്. ജിമെയിലാണ് അവൻ്റെ വിവരസാങ്കേതിക വിദ്യകളുടെ കൈമാറ്റങ്ങളുടെ വേഗം കാര്യങ്ങൾ എടുക്കുവൻ. അങ്ങനെ നടക്കും. ഗൂഗിളിൽ സെർച്ച് ചെയ്യും. പുതിയ തലമുറ, പുതിയ രൂപം, പുതിയ ആത്യന്തികമായ എന്താ? സാമ്രാജ്യത്വത്തിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരത്തെയാണ് കയറ്റുമതി ചെയ്തിരിക്കുന്നത്. അതുവരെ നമ്മൾ സൂക്ഷിച്ച എല്ലാ മൂല്യങ്ങളുടെയും തിരസ്കാരമാണ് നടന്നിരിക്കുന്നത്. ഈ നിലയിൽ സംസ്കാരത്തിന്റെ കയ്യേറ്റം, അതിലൂടെ രൂപപ്പെടുന്ന മൂല്യബോധം, ഇതൊക്കെ സൃഷ്ടിച്ച് മേധാവിത്വം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയത്തിലോ? രാഷ്ട്രീയത്തിൽ വലതുപക്ഷവൽക്കരണം, രാഷ്ട്രീയത്തിന്റെ വലതുപക്ഷവൽക്കരണത്തിന്റെ ഭാഗമായി സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. യഥാർത്ഥമായ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിന് പകരം അവർക്ക് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ച് സമർത്ഥിക്കുകയാണ്. അതിന്റെ ഭാഗമായി വലതുപക്ഷ പാർട്ടികൾ ശക്തിപ്പെട്ടു. സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്ത് സാമൂഹ്യ സുരക്ഷയെങ്കിലും ഉറപ്പാക്കി കൊടുത്തിരുന്ന രാഷ്ട്രീയ മൂല്യബോധത്തിന് മേൽക്കൈ ഉണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ ആ സോഷ്യൽ ഡെമോക്രസി ദുർബലപ്പെടുകയും വലതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുകയും ചെയ്തു. ന്യൂ ഫാസിസ്റ്റുകൾ വന്നു. പുതിയ തരത്തിലേക്കുള്ള ഒരു ഇതാണ്. പൊരുതി മുന്നേറുന്ന രാഷ്ട്രീയ കരുത്ത് ദുർബലപ്പെട്ടു. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ പണ്ടത്തതുപോലെ കരുത്തുര കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറ്റം വന്നു. ഇപ്പൊ സോവിയറ്റ് യൂണിയൻ തകർന്ന ഉടനെ ഓപ്സം അതിനെ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞു 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിടിച്ചു വന്നു. ഒന്ന് അധികാരമുള്ളത് കൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, എന്നാൽ അധികാരമില്ലെങ്കിലും ഈ 3ാം ലോക രാജ്യഘടനയിൽ പാർലമെന്ററി ജനാധിപത്യത്തിൽ കൂടി സജീവമായി ഇടപെടുകയും ചെയ്ത ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സോവിയറ്റ് അനന്തരം ലോകത്ത് സോവിയറ്റ് യൂണിയന് പുറത്ത് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ പുറത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്, CPM ആണ്. എന്നാൽ ഇപ്പൊ CPM-ന് ആ കരുത്തുണ്ടോ? വ്യത്യാസം ഉണ്ടായി. നമുക്ക് ചുറ്റുമുള്ള സമൂഹവും ഘടനയും ഈ മാറിയ കാലയളവിൽ വലിയ തോതിൽ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടു. ആ വലതുപക്ഷവൽക്കരണത്തിന് നമ്മുടെ പാർട്ടി പോലും വേണ്ടത്ര പിടിച്ചു നിന്നില്ല. അതിന്റെ അടിത്തറയിൽ കുറവുണ്ടായി. ഇതാണ് പ്രത്യേകത. ഈ മാറ്റങ്ങളെയാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ പോലും ഒരു ദശകത്തിലേറെയായിട്ടൊരു വലതുപക്ഷ പാർട്ടി നിലനിൽക്കുകയാണ്, അധികാരത്തിൽ തുടരുകയാണ്. 2 തവണ അധികാരം കിട്ടി, ഇത്തവണ ഭൂരിപക്ഷമില്ല. എങ്കിലും അവര് ചില പ്രാദേശിക പാർട്ടികളുടെ പിൻബലത്തോടുകൂടി അധികാരത്തിലിരിക്കുന്നു. പൂർണ്ണമായി അതേ നയങ്ങൾ നടപ്പിലാക്കും. അപ്പൊ ഈ സങ്കീർണമായ അവസ്ഥയിൽ എങ്ങനെയാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക? ഈ പുതിയ കാലം എങ്ങനെയാണ് നമുക്ക് ചുറ്റും പ്രതിഫലിക്കുക? കേവലം BJP-യും ഈ തീവ്ര ഹിന്ദുത്വ വലതുപക്ഷവും മാത്രമല്ല, ഇതേ കാലയളവിൽ ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടുന്നില്ലേ? നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും വർഗീയതയുടെ പ്രവർത്തന ശൈലികൾ മാറുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ, വിജ്ഞാന ശാഖകളെ ഒക്കെ തന്നെ വർഗീയത പ്രചരിപ്പിക്കാൻ നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നു. ഈ പ്രത്യേകതകളാണ്. അപ്പൊ എങ്ങനെ അതിനെ മുറിച്ചു കിടക്കാവും? മുറിച്ചു കിടക്കുമ്പോൾ ഒരു ഗുണപരമായ ഭാഗം നമുക്ക് കാണാൻ കഴിയും. ആ ഗുണപരമായ ഭാഗം സോഷ്യലിസം എന്ന ആശയത്തെ ഇല്ലാതാക്കാൻ
മുതലാളിത്തത്തിന് സാധിച്ചില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കരുത്തുറ്റൊരു സോഷ്യലിസ്റ്റ് ചേരി നിലനിൽക്കുകയാണ്. ആ സോഷ്യലിസ്റ്റ് ചേരിക്ക് നിലനിൽക്കാൻ സഹായകരമായ രൂപത്തിൽ ലോകത്ത് ചൈന പോലെയുള്ള രാജ്യങ്ങൾ വലിയ വളർച്ച ഉണ്ടാക്കുകയുണ്ടായി. എന്തിനാ അമേരിക്ക ശ്രമിച്ചത്? ഇനി ഒരിക്കലും സോവിയറ്റ് യൂണിയൻ നിലനിന്നതുപോലെ മറ്റൊരു രാജ്യം രൂപപ്പെടാനോ നിലനിൽക്കാനോ പാടില്ല. ആ നിലയിൽ തയ്യാറാക്കിയ കാര്യപരിപാടിയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്. പക്ഷെ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഉൽപാദനം കെട്ടഴിച്ചു വിട്ടുകൊണ്ട് ചൈന വല്ലാണ്ട് അങ്ങ് മുന്നേറി. ചൈനയെ കീഴ്പ്പെടുത്താൻ പല വിദ്യകളും അമേരിക്ക ആവിഷ്കരിച്ചിട്ടുണ്ട്. സമയത്തിന്റെ കുറവുണ്ട്, എല്ലാ ഭാഗത്തേക്കും ഞാൻ പോകുന്നില്ല. പക്ഷെ അവിടെയൊന്നും ചൈന കീഴ്പ്പെട്ടില്ല. കാരണം ഈ സാംസ്കാരിക യുദ്ധത്തോടൊപ്പം ഒരു ടെക്നോളജിക്കൽ വാർ, ഒരു സാങ്കേതിക വിഭവങ്ങളുടെ ഒരു യുദ്ധവും നടക്കുന്നുണ്ട്. ആ സാങ്കേതിക പരിജ്ഞാനത്തിന്റെ മേധാവിത്വം അമേരിക്കയ്ക്ക് ഉറപ്പാക്കുക എന്നുള്ള നിലയിലേക്ക് ആ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തുക. സോവിയറ്റ് യൂണിയനെ തകർക്കുന്നതിന് മുമ്പ് ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗത്തുണ്ടായ വലിയ മുന്നേറ്റത്തിന്റെ പിൻബലം അമേരിക്കയ്ക്ക് സഹായകരമായി. അവിടെ റഷ്യ പിറകോട്ട് പോയി. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. ഒരു കമ്പ്യൂട്ടർ എന്നെടുക്കുക. ആദ്യത്തെ ഒരു കമ്പ്യൂട്ടറിന്റെ വലുപ്പം എത്രയാ? ആദ്യത്തെ ഒരു കമ്പ്യൂട്ടറിന്റെ വലുപ്പം ഈ കെട്ടിടത്തിന്റെ അത്ര വലുപ്പമുണ്ട്. ഇത്ര വലുപ്പമുള്ളതാണ് ഡൽഹിയിലെ IIT സ്ഥാപിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ. ഒരു കെട്ടിടത്തിന്റെ അത്ര വലുപ്പമുള്ളത്. ആ കമ്പ്യൂട്ടർ ചെറുതാക്കി പോയി എത്ര വലുപ്പമാക്കി? നമ്മളെ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോണായി, ഐഫോണായി, വളരെ അതിനേക്കാൾ ചെറുതായി, അതിനേക്കാളും ചെറുതായി. വിവരങ്ങളെ വളരെ ചെറിയ രൂപത്തിൽ വളരെയേറെ ചെറുതാക്കാൻ കഴിയും. ഈ നാനോ കീഴോട്ടാണ് ചെറുതാക്കി കൊണ്ടുപോകണം. സെമി കണ്ടക്ടറുകളും ഡിജിറ്റലായ പ്രശ്നങ്ങളും ഒക്കെ അതിന് വരുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സാങ്കേതിക വിദ്യ മേൽക്കൈയിൽ നിലനിൽക്കണം. അമേരിക്കയുടെ ഉറപ്പാക്കൽ അതായിരുന്നു. അതിനുവേണ്ടി അവർ ഉറപ്പാക്കിയ ഒരു കാര്യം, ചൈനയ്ക്ക് സാങ്കേതിക മേഖലയിൽ മേൽക്കൈ ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു. വളരെ തന്ത്രപരമായിട്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമം അമേരിക്ക നടത്തുകയുണ്ടായി. ഇപ്പൊ ഏറ്റവും അവസാനത്തെ അനുഭവം തെളിയിക്കുന്നത് എന്താ? ആ യുദ്ധത്തിൽ ചൈനയെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുക എന്ന രംഗത്ത് സാമ്രാജ്യത്വം പരാജയപ്പെട്ടു. വലിയ തോതിലാണ്. ഇപ്പൊ ഒരു ഉൽപ്പന്നം രൂപപ്പെടുമ്പോൾ അതിന്റെ ആശയം, അതിന്റെ കുറെ സാങ്കേതിക വിഭവങ്ങൾ അമേരിക്കയിൽ നിന്ന് പുറപ്പെടുക. ആ വിഭവം രണ്ടാം ഘട്ടത്തിൽ എത്തുക ഇന്തോനേഷ്യ, കൊറിയ, തായ്വാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലെത്തും. അതിന്റെ മൂന്നാമത് അതേ സ്ഥാനം ചൈനയിലെത്തും. അവിടെ നിന്നാണ് അന്തിമ ഉൽപ്പാദനം നടക്കുക, മാർക്കറ്റിലേക്ക് പോവുക. ഇങ്ങനെയുള്ള ഒരു കോമ്പോസിഷനിലൂടെ പോകുമ്പോൾ 57% വിഭവവും അമേരിക്ക കിട്ടും. 5% വിഭവമാണ് അവസാനം എത്തുന്ന ചൈന കിട്ടുക. നടുക്കട് വരെ അതിന്റെ ബാക്കിയുണ്ടോ? ഇങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ, ഉൽപ്പാദനത്തിന്റെ, ഒരു ഉൽപ്പന്നത്തിന്റെ ആത്യന്തികമായ ലോക കമ്പോള പ്രവേശനം. അപ്പൊ ഏറ്റവും ചെറിയ ഭാഗം അതിന്റെ ഫൈനൽ പ്രൊഡക്ഷൻ നടക്കാൻ ചൈനക്ക് അവിടെ ചെല്ലും, വലുതുപ്പുറത്തില്ലും. അങ്ങനെ തന്നെ നിലനിർത്തുക എന്നതായിരുന്നു മുതലാളിത്ത പരിശ്രമം. അവിടെ പ്രധാന മേഖലകളിലേക്ക് സാങ്കേതിക കൊടുക്കാതിരിക്കും. ഇന്നത്തെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക തർക്കം നടക്കുക എവിടെയാ? സെമി കണ്ടക്ടറിലാണ്, മൈക്രോ ചിപ്പിലാണ്. അതിന്റെ മേഖലയിൽ മുന്നേറുന്നവർക്കേ മേൽക്കൈയുള്ളൂ. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗ സമരത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കി പോകണം. അവിടെ മേധാവിത്വം നിലനിർത്തുകയാണ് സാമ്രാജ്യത്വം ചെയ്തത്. ഇപ്പൊ എന്താ സംഭവിച്ചേ? ആ മേഖലയിൽ ചൈന തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. 2025 വരെയുള്ള ഒരു വിഷൻ വെച്ചുകൊണ്ട് ചൈന നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ഈ ഡിജിറ്റൽ മേഖലയിലെ, സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയിലെ അമേരിക്കൻ മേധാവിത്വത്തെ മുറിച്ചു കടക്കാൻ സാധിച്ചു. ഡീപ്സിക്കിന്റെ ആ വരവോട് കൂടി അതിനനുബന്ധമായി മറ്റൊട്ടേറെ മേഖലയുണ്ട്. ഞാൻ എൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ചൈനയ്ക്ക് സാങ്കേതിക വിദ്യ തടയുന്നതോടുകൂടി അമേരിക്കയ്ക്ക് തന്നെയാണ് നഷ്ടമുണ്ടാവുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ധനം ചൈന വളരെ വലിയ തോതിൽ അതിന്റെ സമ്പത്ത് ഈ മേഖലയിൽ നിക്ഷേപിച്ചു. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ വിദഗ്ധന്മാർ നമ്മളതാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ മേഖല ഏറ്റവും കൂടുതൽ വിദഗ്ധന്മാർ നമ്മളതാണ്. എന്നാൽ ആ മേഖലയിലെ നിക്ഷേപ മേഖലയിൽ വരുമ്പോൾ നമ്മളല്ല. അത് തന്നെയാണ് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയിലും സംഭവിച്ചിരിക്കുന്നത്. ചൈന വളരെ കൃത്യമായി സെമി കണ്ടക്ടർ ചിപ്പ്, ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ, അതിൻ്റെ അപ്പുറത്തേക്ക് AI ടെക്നോളജി, അഞ്ചാം തലമുറ സാങ്കേതിക വിദ്യ, ഈ മേഖലയിലേക്ക് വലിയ ധനനിക്ഷേപം നടത്തി അവരങ്ങ് കുതിച്ചു കയറി. സാങ്കേതിക വിദ്യയിലും എവിടെയാണോ സോവിയറ്റ് യൂണിയനെ ലോക മുതലാളിത്തം തോൽപ്പിച്ചത് അവിടെയും ഞങ്ങൾ തോറ്റുകൊടുക്കില്ല എന്ന നിലയിലേക്കുള്ള ചൈനീസ് വളർച്ചയാണ് കഴിഞ്ഞ 2-3 കൊല്ലത്തെ, പ്രത്യേകിച്ച് ഈ 2 കൊല്ലത്തെ ലോകഘടനയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതോടുകൂടി പുതിയ സമവാക്യങ്ങൾ ഉണ്ടാവുകയാണ്. ആ സമവാക്യങ്ങളിൽ നിന്നാണ് ബഹുധ്രുവത രൂപപ്പെട്ടു വരുന്നത്. ആ സമവാക്യങ്ങളിൽ നിന്നാണ് ചുങ്കത്തിന്റെ യുദ്ധം പ്രഖ്യാപിക്കാൻ ട്രംപ് നിർബന്ധിതമാവുന്നത്. ആ സമവാക്യങ്ങളിൽ നിന്നാണ് ഭ്രാന്തമായ വാക്കുകളിലൂടെ ട്രംപ് സഞ്ചരിക്കുന്നത്. ആ സമവാക്യങ്ങളിൽ നിന്നാണ് പാവപ്പെട്ട മനുഷ്യനെ ചുട്ടരിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത്.
പുതിയ തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇവിടെ ബഹുധ്രുവത അതിന്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. പുതിയ രൂപത്തിലേക്ക് ലോകം മാറുകയാണ്. ഏറ്റവും അനുകൂലമായ ഒരു ഘടകം ഈ അമേരിക്കൻ മേധാവിത്വത്തിനോട് അതുപോലെ അങ്ങ് വിധേയപ്പെടുക എന്ന നിലയ്ക്ക് കാര്യങ്ങൾ മാറ്റിമറിയുകയാണ്. ചൈന രൂപപ്പെടുത്തിയ ഒരു സൗഹൃദ രൂപങ്ങളിലൂടെ വിവിധ ലോകരാജ്യങ്ങളുടെ വികസനത്തിന് നേരിട്ട് ധനസഹായം നൽകിക്കൊണ്ടും അവരുമായി സൗഹൃദം പുലർത്തിക്കൊണ്ടും രൂപപ്പെടുത്തിയ റോഡ് ബിൽറ്റ് പദ്ധതികൾ, മറ്റു പദ്ധതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒരു മാറ്റം ലോകത്തുണ്ടാക്കി. യുദ്ധം നടത്തിക്കൊണ്ടല്ല ലോകത്തെ മേധാവിത്വം അല്ലെങ്കിൽ ലോകത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യവഹാരവും നടക്കേണ്ടത് എന്നുള്ള നിലയിലുള്ള ഒരു പ്രവർത്തനം അവർ നടത്തി. സാങ്കേതികത നവീകരിച്ചു, പാല് ഉൽപാദനത്തെ കെട്ടഴിച്ചു വിട്ടു. 2008 സാമ്പത്തിക കുഴപ്പം വന്നപ്പോൾ ഇക്കണോമിസ്റ്റ് മുഖപ്രസംഗം എഴുതിയല്ലോ, ഈ കാലത്ത് ലോകം തകരാതിരുന്നത് ചൈന കെട്ടഴിച്ചു വിട്ട വലിയ ഉൽപാദന മേന്മ കൊണ്ടാണ്. ആ നിലയിലുള്ള വളർച്ച ഉണ്ടായി. ഇപ്പൊ ഈ ലോകം പുതിയ രൂപത്തിൽ അതിന്റെ ഭാഗമായി തന്നെ പുനർനിർണയിക്കപ്പെടുന്ന തരത്തിലേക്ക് ലോകം ചെന്നെത്തുകയാണ്. മുതലാളിത്തത്തിന്റെ, സാമ്രാജ്യത്വത്തിന്റെ വൻ പരാജയങ്ങൾ നമ്മുടെ മുന്നിൽ ദൃശ്യമാവുകയാണ്. അപ്പൊ അത്തരമൊരു സന്ദർഭത്തിൽ സാമ്രാജ്യത്വത്തിന് പഴയ തോതിൽ ആ പ്രവർത്തന ശൈലി മാറ്റേണ്ടി വരും. ആ പ്രവർത്തന ശൈലി മാറ്റാൻ സ്വാഭാവികമായിട്ടും പുതിയ രീതി അവർ ആവിഷ്കരിക്കും. ഇപ്പൊ റഷ്യ വളരെ മർമ്മപ്രധാനമായ, ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്ന ഒരു രാജ്യമാണ്. പഴയ സോവിയറ്റ് യൂണിയൻ സൂക്ഷിച്ചു വെച്ചാൽ അതിനെ തട്ടിയെടുക്കണം. റഷ്യയും ചൈനയും ഇന്ത്യയും ഒത്തുചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കരുത്തുണ്ട്. റഷ്യയും ഇന്ത്യയും ചൈനയും പിന്നെ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തുചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കരുത്തുണ്ട്. ഷാങ്ഹായ് കോർപ്പറേഷൻ രാജ്യങ്ങൾ ഒത്തുചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കരുത്തുണ്ട്. ഇതൊക്കെ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു സ്ലിപ്പറി സ്ലോപ്പ്, ഒരു പഴുക്കുള്ള തറയിലാണ് ഇപ്പൊ സാമ്രാജ്യത്വം മുതലാളിത്തം നിൽക്കുന്നത്. സാമ്രാജ്യ നയങ്ങളുടെ പരാജയം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കൂടുതൽ കാണുകയാണ്. അതിന്റെ പ്രതിഫലനം സാമാന്യ ജനങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന നയങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ട് അതും നമ്മൾ അനുഭവിക്കുക. ഇത്തരൊരു സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം പഠിക്കുക. രാജ്യത്തിന്റെ സാമൂഹ്യ ഘടനയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടുമ്പോൾ എല്ലാ മേഖലയിലും, രാഷ്ട്രീയം, സാമ്പത്തികം, സാംസ്കാരികം, ഈ വിവിധ മേഖലകളിൽ ഇന്നേറ്റെടുക്കേണ്ട വർഗ സമരത്തെക്കുറിച്ചുള്ള സൂക്ഷ്മധാരണകൾ നമുക്കുണ്ടാവുക എന്നതും അതിപ്രധാനമാണ്. ഇന്ത്യയിലാവുമ്പോൾ BJPയുടെ അധികാര വാഴ്ചയാണ്. സ്വാഭാവികമായിട്ടും അതിനെ മുറിച്ചു കടക്കുക എന്നതും അതിപ്രധാനമാണ്. അപ്പോൾ വലതുപക്ഷ ആശയങ്ങളെ, സാമ്രാജ്യത്വനുകൂല നിലപാടുകളെ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കണം. ലോകത്ത് ഈ പ്രതിസന്ധിയുടെ കാലത്ത് ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവുക എന്നത് അതിപ്രധാനമാണ്. ഇന്ത്യൻ ഭരണകൂടത്തിന് ഇന്നത്തെ മുതലാളിത്ത പ്രതിസന്ധിയുടെ കാലത്ത് കൃത്യതയും വ്യക്തതയും സൂക്ഷ്മതയുമുള്ള നയമില്ല. അവർ ചാഞ്ചാടുകയാണ്. ആ ചാഞ്ചാട്ടത്തിൽ തന്നെ അവർക്കിഷ്ടം വലതുപക്ഷവുമായും സാമ്രാജ്യത്വവുമായും ഒത്തുചേർന്ന് പോകാനാണ് എന്ന തിരിച്ചറിവും നമുക്കുണ്ടാവും. അത്തരമൊരു ഘട്ടത്തിൽ ഇതിനെ മുറിച്ചു കടക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം വളരെ എളുപ്പമുള്ളതല്ല. സാമ്രാജ്യത്വത്തിന്റെ നയങ്ങളും ഒക്കെ തന്നെ തകർന്നു പോയിരിക്കുന്നു, വലിയ വ്യവസ്ഥ എന്ന നിലയിൽ വലിയ പരാജയത്തെ നേരിടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ എതിർദിശയിൽ സോഷ്യലിസത്തിന്റെ, നമ്മുടെ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ വളർച്ചയുടെ വഴിവെട്ടുക എന്നത് അതിപ്രധാനമാണ് ഇന്നത്തെ സാമൂഹ്യ ഘടനയിൽ. ഇടതുപക്ഷ മൂല്യങ്ങൾ, തൊഴിലാളി വർഗ രാഷ്ട്രീയം, അതിനെ കൂടുതൽ വിപുലപ്പെടുത്തുക, അതിന്റെ ഉള്ളടക്കത്തിലേക്ക് കൂടുതൽ ജനങ്ങളെ ആകർഷണനാക്കുക, സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരായി വലിയ ബഹുജന പ്രക്ഷോഭങ്ങൾ കെട്ടഴിച്ചു വിടുക, ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാനാവേണ്ടതുണ്ട് ഇന്നത്തെ പ്രത്യേകത. ഇപ്പോൾ കേരളത്തിലാവുമ്പോൾ, കേരളം എന്ന് പറഞ്ഞാൽ ആ നിലയിൽ കുറെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു നാടാണ്. ഇപ്പോഴും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ട്. ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയങ്ങളെ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ ഈ മുതലാളിത്തവും സാമ്രാജ്യത്വവും ഇന്ന് കൈകാര്യം ചെയ്യുന്ന നയങ്ങൾ അതുപോലെ സ്വീകരിക്കാതെ ഈ ഘടനയ്ക്കുള്ളിലെ ഭരണഘടനാപരമായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ബദൽ നയങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുകയാണ്. വളരെ സ്വീകാര്യത ലോകത്തുള്ള ഒരു നയ സമീപനമാണ് ഇന്നത്തെ കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് തന്നെ വലിയ സ്വീകാര്യതയുള്ള ഒരു നയമാണ് കേരളം നടപ്പാക്കുന്നത്. ലോക മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും തകർച്ചയുടേതായ പല ലക്ഷണങ്ങളും കാണുന്ന ഒരു കാലത്ത് അതിന്റെ ദുഷിത ഫലങ്ങൾ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുന്ന ഒരു സന്ദർഭത്തിൽ സമാശ്വാസത്തിന്റെ വലിയ ഒരു തുറസ്സാണ് കേരളം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴോ കേരളത്തെ തകർക്കാനുള്ള വലതുപക്ഷ ഗൂഢാലോചനയും ശ്രമവും എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന നഷ്ടം എത്ര വലുതാ. കേരളത്തിലെ ഇടതുപക്ഷത്തെ പുരോഗമനാശയങ്ങളെ, ബദൽ നയങ്ങളെ തകർക്കാൻ വലിയ തോതിലുള്ള ഒരു വലതുപക്ഷ ഗൂഢാലോചന ഇപ്പൊ നടക്കുകയാണ്. ആ വലതുപക്ഷ ഗൂഢാലോചനയിൽ വലതുപക്ഷ നയങ്ങളുടെ സംരക്ഷകരായിട്ട് വിവിധ വർഗീയതകൾ കേരള സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിനെയാണ്
ജാഗ്രതയോടുകൂടി നാം കാണേണ്ടത്. വലതുപക്ഷ നയങ്ങളുടെ സംരക്ഷകരായാണ് ഹിന്ദുത്വ വർഗീയത പ്രവർത്തിക്കുന്നത്. അതേ നയങ്ങളുടെ സംരക്ഷകരായാണ് മുസ്ലിം വർഗീയത പ്രവർത്തിക്കുന്നത്. അതേ നയങ്ങളുടെ സംരക്ഷകരായാണ് വ്യത്യസ്ത വർഗീയതകൾ പ്രവർത്തിക്കുന്നത്. അതേ നയങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി മതാത്മകമായ പൊതുബോധ നിർമ്മിതിയിലൂടെ ഈ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ശരിയായ പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാതിരിക്കാനുള്ള ജാഗ്രതയും വലതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവും നമുക്കുണ്ടാവേണം. ഇപ്പൊ ഇന്നത്തെ പൊതുസ്ഥിതിയിൽ ലോക സാമൂഹിക ഘടനയെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിന്റെ പരിച്ഛേദം എന്നുള്ള നിലയിൽ നമ്മുടെ സാമൂഹ്യ ഘടനയിലേക്ക് അത് പ്രതിപ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് സംബന്ധിച്ചുള്ള സൂക്ഷ്മധാരണ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉണ്ടാവണം. കേരളത്തിന്റെ നേട്ടങ്ങളെ വലിയ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി കോടാനുകോടി രൂപ ചെലവഴിച്ച് ഒരു മാധ്യമ മേഖലയെയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പ്രത്യയശാസ്ത്ര സമരം നമുക്കെതിരായിട്ട് നടത്താൻ. ഇതിന്റെ ഓരോന്നിന്റെയും ഭാഗങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതിനെ സൂക്ഷ്മമായി പഠിക്കാൻ കഴിയണം. അതിനെ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ട് ഇതിനെ മുറിച്ചു കടക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനാവുക. ഇന്നത്തെ ലോകം ആ നിലയിലുള്ള ഒരു ലോകമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ലോക പ്രത്യേകതകളുണ്ടെങ്കിലും ഒരു വലിയ പരിമിതി ഇവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അത് സൂക്ഷ്മ ലക്ഷ്യങ്ങളിലേക്ക് ബഹുജന മുന്നേറ്റങ്ങളെ രൂപപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന പരിമിതിയാണ്. പാർലമെന്ററി സമര രംഗത്തേക്ക് ഇപ്പൊ എത്തിച്ചേരാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് പരിമിതികൾ ഉണ്ടാവുകയാണ്. വലിയ വലിയ ധനാധിപത്യമുള്ള ഒന്നാക്കി അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ധനാധിപത്യമുള്ള ഒന്നാക്കി പാർലമെന്ററി ഡെമോക്രസിയെ മാറ്റിയെടുത്തപ്പോൾ പാർലമെന്ററികൾ എത്തിച്ചേരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പാർലമെന്ററി സമരം എന്ന സാധ്യത അത് കുറക്കുന്നുണ്ട്. എന്നാൽ തെരുവ് അവിടെ സമരം ചെയ്യാനുള്ള സാധ്യതയെ അമിതാധികാര പ്രവണതയിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് പാർലമെന്ററി സംവിധാനത്തിനകത്തുള്ള നമ്മുടെ കരുത്ത് വർദ്ധിക്കേണ്ടതുണ്ട്. തെരുവിൽ അമിതാധികാരത്തിനെതിരായ സമരങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിവിപുലമായ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ ബഹുജന പ്രക്ഷോഭങ്ങളും ബഹുജന സമരങ്ങളും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ബഹുജന പ്രക്ഷോഭങ്ങളെയും ബഹുജന സമരങ്ങളെയും ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിന്റെ വർഗബഹുജന പ്രസ്ഥാനങ്ങളെയും നമുക്ക് വിപുലപ്പെടുത്തേണ്ടതുണ്ട്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ആ മുന്നോട്ടുള്ള പ്രവർത്തനം കൊണ്ടുപോകുന്നതിന്റെ ഏറ്റവും വലിയ ആയുധമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന തിരിച്ചറിവോടുകൂടി ഈ ഇടതുപക്ഷ കരുത്തിനെ, കേരളത്തിലെ ഇടതുപക്ഷ കരുത്തിനെ തകർക്കുക എന്നുള്ളത് ഒരു വലതുപക്ഷ ഗൂഢാലോചനയാണ്. എല്ലാ വലതുപക്ഷവും ഒന്നിക്കുന്ന ഒരു സ്ഥലമാണത്. എല്ലാ വർഗീയതയും ഒന്നിക്കുന്ന ഒരു സ്ഥലമാണത്. സാമ്രാജ്യത്വ താല്പര്യം എല്ലാ കാലത്തും ശ്രദ്ധ കൊടുത്തിട്ടുള്ള ഒന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ ദുർബലപ്പെടുത്തുക എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ വർഗ സമര രൂപങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. കേരളത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഇതുവരെ നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് കരുതിയിട്ട് ആരെങ്കിലും വീട് കയറാൻ പോകണ്ട. ഇത് വലിയൊരു വർഗ സമരത്തിന്റെ വലിയ തീക്ഷ്ണ തീവ്രമായ ഒന്നായി മാറാൻ പോവുകയാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ജനങ്ങളെ ആകെ ഇവിടെ നമ്മൾ ദുർബലപ്പെട്ടാൽ ഉണ്ടാവുന്ന നഷ്ടം എന്താണ് എന്ന് സംബന്ധിച്ച് ഇപ്പൊ ലോകത്തിന്റെ അനുഭവ പശ്ചാത്തലത്തിൽ വിവിധങ്ങളായ ലോകരാജ്യങ്ങളിലെ സമകാല അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഞാൻ എല്ലാം ഇപ്പൊ പറയുന്നില്ല, സമയമില്ല. എത്ര വലിയ തോതിലാണ് വലതുപക്ഷ പ്രകടനങ്ങൾ നടക്കുന്നത്. നാട് വിട്ടു പോകുന്നതിനെ തിരിച്ചു ഓടിക്കാൻ പോവുക. അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളത് പ്രസംഗിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇഷ്ടമില്ല. 25 ലക്ഷം ഉറുപ്പിക കൊടുത്ത് കാനഡയിലേക്ക് കയറ്റി അയച്ച മകനെ അവിടെ നിന്ന് അടിച്ച് തിരിച്ചയക്കുമെന്ന് ഞാൻ പ്രസംഗിച്ചാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ഒരാൾക്കും ഇഷ്ടപ്പെടില്ല. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ വലിയ തോതിലുള്ള വിമർശനം എനിക്കെതിരായിട്ട് തന്നെ വരികയുണ്ടായി. പക്ഷെ സത്യമല്ലാതാവുന്നില്ല. എളുപ്പ വഴികളില്ല എന്ന് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു പോകണം. എളുപ്പവഴി അന്വേഷിക്കുന്ന മലയാളി പ്രത്യേകിച്ചും തെറ്റായ മൂല്യബോധത്തിന്റെ അടിമയായി നിന്നുകൊണ്ട് മുതലാളിത്തത്തിന്റെ സമകാല പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കുട്ടികളെ ഏതെങ്കിലും പ്രത്യേക സ്വഭാവമുള്ള സ്കൂളിലും കോളേജിലും കയറ്റി അയച്ച് രക്ഷപ്പെട്ട് കളയാമെന്ന് ആരും കരുതണ്ട. അതിനപ്പുറത്തേക്ക് കരുത്തുറ്റതാണ് ലോക മുതലാളിത്തത്തിന്റെ സമകാല പ്രതിസന്ധി. അതിന്റെ ഏറ്റവും വലിയ ആഘാതമേൽക്കാൻ പോകുന്നത് അതിനെതിരായ ബദൽ വഴിയുടെ EMSന്റെ നേതൃത്വത്തിൽ 57 ആരംഭിച്ച വലിയ മുന്നേറ്റത്തിന്റെ നേട്ടഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ലോകത്ത് വളരെ വ്യത്യസ്തതയുള്ള ഒരു സാമൂഹ്യ സാംസ്കാരിക മൂല്യബോധത്തെയും സാമൂഹ്യ സുരക്ഷയെയും ഒക്കെ അതിദുർബലിനു കൂടി സാമൂഹ്യ തുല്യതയുടെ വഴിയിലൂടെ നേടിക്കൊടുത്ത നമ്മുടെ നാടിന് വലിയ നഷ്ടമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് എന്ന തിരിച്ചറിവിൽ മുഴുവൻ മലയാളിയെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായ മഹാപോരാട്ടത്തിൽ അണിനിരക്കാൻ CPIM-ന് കഴിയുക എന്നതും ഇന്നത്തെ കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗസമര രൂപമാണ്. ആ നിലയിലേക്ക് സമൂഹഘടനയെ പരിവർത്തനം ചെയ്യിക്കാവുന്ന രൂപത്തിലേക്ക് സമർപ്പിതമായ രാഷ്ട്രീയ പ്രവർത്തനം കേവലം ഒരു തെരഞ്ഞെടുപ്പിന്റെ അളവുകോലിൽ അത് കുറിച്ചു കടക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനകത്തുള്ള BJP-യെ മാറ്റിയെടുക്കാൻ, ഈ നാടിന്റെ രാഷ്ട്രീയ ഘടനയെ പൊതുവെ മാറ്റിയെടുക്കാൻ കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന ഇന്ത്യയിലെ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ മുന്നൊരുക്കത്തെ
ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് ഉള്ള പ്രവർത്തനത്തിൽ ഇന്നത്തെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ എത്ര ഫലപ്രദമായി ഇടപെടുന്നു എന്നത് ഇന്നത്തെ ലോക സാമൂഹ്യ ഘടനയിൽ അതിപ്രധാനമായ രാഷ്ട്രീയ ഇടപെടലാണ്. ആ നിലയിൽ പ്രവർത്തിക്കാനുള്ള നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്നത് അതിപ്രധാനമാണ് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.